മലപ്പുറം കോട്ടക്കുന്നിലേക്ക് സ്വാഗതം. ഇതൊക്കെ കണ്ടാൽ പേടിയാവട്ടോ. എന്താലേ, എത്ര ഹൈറ്റിലാണ് അവർ നിൽക്കുന്നത്. കോട്ടക്കുന്ന് പാർക്കിലേക്ക് കുത്തനെയുള്ള മലപ്പുറം ജില്ലയുടെ നമ്മളെ കോട്ടക്കുന്ന്, കോട്ടക്കുന്നിൻ്റെ മുകളിലേക്ക് ഇതാ പോയിക്കൊണ്ടിരിക്കണം. എല്ലാവരും കേട്ടറിവുണ്ടാവില്ല, മലപ്പുറം കോട്ടക്കുന്ന് പാർക്ക്. ആ പാർക്കിലേക്ക് ഞങ്ങളിതാ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ അങ്ങനത്തെ പുസ്തകങ്ങളൊക്കെ കാണിച്ചു കൊടുക്കും. നമുക്ക് ഇതിൻ്റെ മുകളിൽ നിന്ന് കാണിച്ചു കൊടുക്കാം, മലകളൊക്കെ കാണിച്ചു കൊടുക്കാം. കോട്ടക്കുന്ന് പാർക്കിൻ്റെ ഏറ്റവും ടോപ്പിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഏകദേശം പാർക്കിൻ്റെ ഏറ്റവും ടോപ്പിൽ അല്ല അപ്പുറത്തെ സൈഡ് നമ്മളതിൻ്റെ എൻട്രിയിലേക്ക് കയറാൻ പോവാണ്. വെൽക്കം ടു ദ കോട്ടക്കുന്ന്. ഇത് കയറല കോട്ടക്കുന്നിലെത്തി. പാർക്കിംഗ് ഫീ ഉണ്ടോ? എത്ര? നമ്മളിതാ എൻട്രിയിൽ നിന്ന് 50 രൂപ കൊടുത്ത് കോട്ടക്കുന്ന് പാർക്കിലേക്ക് ഇതാ പോയി കൊണ്ട് വെക്കുകയാണ്. അവിടെ കാണിച്ചു കൊടുക്കുക. നമ്മൾ മൊത്തം കാണിക്കും. ഹലോ, രതീഷ് പരപ്പനങ്ങാടിയാണ് കേട്ടോ. ഇത് നല്ലൊരു വീഡിയോ ആയിട്ടപ്പോൾ നിങ്ങളുടെ അടുത്ത് വന്നത്. ഇത് എവിടെ സ്ഥലം എന്ന് അറിയില്ല നിങ്ങൾക്ക്? ഇത് നമ്മളെ മലപ്പുറം ടൗണിൽ നിന്ന് കുറച്ച് ഉള്ളിലേക്ക് പോയ കോട്ടപ്പടി പാർക്കാട്ടോ. ഫാമിലിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സൺഡേയിലൊക്കെ വരുന്നുണ്ട്. ഞങ്ങളിവിടെ ഒരു ക്ലാസ്സിന് വന്നപ്പോൾ ജസ്റ്റ് ഒന്ന് കയറിയതാണ്. ലഞ്ച് ബ്രേക്കിൻ്റെ സമയത്തൊന്ന് ഒരു 10 മിനിറ്റിന് വേണ്ടി കയറിയതാണ്. ഒരുപാടുണ്ട് കാണാൻ. അപ്പോൾ അതിലേക്കൊന്നും നമുക്ക് നിൽക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല. ഉപ്പിലിട്ടത് ധ്യാനം കഴിച്ചുകൊണ്ട് ഒരു ബ്രേക്കിൻ്റെ ഗ്യാപ്പിൽ വന്നതാണ്. ഫുഡ് കഴിക്കാൻ പോയപ്പോഴേ. പക്ഷെ ഒരുപാടുണ്ട് കാണാണ്ട്. ഇതാണ് എടുത്ത് പറയേണ്ടത്. കണ്ടപ്പോൾ തന്നെ ഈ സൈക്കിൾ കണ്ടു, നല്ല സേഫ്റ്റിയിലാണ്. പക്ഷേ ഇത് എത്ര ഹൈറ്റ് അറിയാമോ? ഹെവി ഹൈറ്റാണ്. ഇതിപ്പോൾ ഞങ്ങൾ സൂം ചെയ്യുമ്പോൾ തന്നെ അറിയാം. അതിൻ്റെ വർക്കേഴ്സ്, അതായത് നടത്തുന്ന ടീംസാണെന്നാണ് തോന്നുന്നത്. കാരണം അത്രയും ധൈര്യത്തിൽ അവർ അധികമായി ഇരുന്നൊരു വെള്ളം കുടിക്കുന്നതും പിന്നെ വേറെ എന്തൊക്കെ കഴിക്കണമൊക്കെ ഉണ്ട് അതിലിരുന്നിട്ട് തന്നെ. അങ്ങനെ നമുക്ക് കാണുമ്പോൾ തന്നെ, ഇവിടുന്ന് കാണുമ്പോൾ തന്നെ ഒരു പേടിയാണ്. ഭയങ്കര പേടിയാണ് തോന്നുന്നത്. അപ്പോൾ ഫാമിലിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് വരിക. നല്ല അടിപൊളി കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയതന്നെ നമ്മളെ മലപ്പുറം ജില്ലയിൽ തന്നെ ഉണ്ട്. നമ്മളെ മലപ്പുറത്ത് തന്നെ കോട്ടക്കുന്ന് പാർക്ക് അത്യാവശ്യം തെറ്റില്ല. അത്യാവശ്യം കുട്ടികളെ കാർ റേസിങ്ങും പിന്നെ ഒരുപാട് ഐറ്റംസ് ഇതിലുണ്ട്. പിന്നെ ഏറ്റവും ഞാൻ അത് പിന്നെ വീണ്ടും സൂം ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ഹൈറ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും സൂം ചെയ്യുന്നത്. ആ പുള്ളിക്കാരൻ വെള്ളം കുടിക്കണുണ്ടാവും. അത്രയും ഹൈറ്റിലാണ് നിൽക്കുന്നത്. നമുക്ക് ഒന്നാമത് സമയമില്ലായിരുന്നു. പിന്നെ കുട്ടികളെ അടുത്ത കളി ജൂനിയറും സീനിയറൊക്കെ കളി വരുന്നുണ്ട്. അപ്പോൾ ഒന്ന് സ്പീഡാക്കി പോയി വന്നതാണ്. പിന്നെ ഇതിൻ്റെ അപ്പുറത്ത് തന്നെ ഉണ്ട് നല്ല കാറ്. കുട്ടികൾ അതിൽ കയറി ഇരുന്ന റിമോട്ടിൽ തന്നെ ഒരു കൺട്രോൾ ചെയ്യുന്ന കാറുകളുണ്ട്. പിന്നെ ഐസ്ക്രീം കാര്യങ്ങൾ 3Dൻ്റെ ഒരുവിധ ഐറ്റംസൊക്കെ ഉണ്ട്. ഏത് 3D നമ്മൾ സിനിമ ഗ്ലാസ്, മിറർ ഗ്ലാസ്, ഹൊറർ ഗ്ലാസ്, അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട്. ഒരു മിനി കുട്ടി പാർക്ക് തന്നെയാണ്. പിന്നെ നമുക്ക് ഉച്ചയ്ക്കോ വൈകുന്നേരമൊക്കെ ഈവനിങ് ഒക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലം കൂടെയാണ്. കുറേ ടൈം അവിടെ ഇരിക്കുക, റെസ്റ്റ് എടുക്കാനും റിലാക്സ് ചെയ്യാനൊക്കെ പറ്റും. ഇത് കണ്ടോ, എങ്ങനെയുണ്ട്? നിങ്ങളുടെ അഭിപ്രായം പറയാം. മലപ്പുറംകാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ പോയിട്ടുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യുക, അഭിപ്രായം എന്ന് പറയാം കേട്ടോ. കണ്ടോ, 3D സിനിമ, 16D സിനിമ, പിന്നെ ഹൗസ് ഓഫ് ഹൊറർ, അതായത് ഗോസ്റ്റിൻ്റെ പോലെയാണ്. അപ്പോൾ ഞാനിത് അവിടുന്ന് വരുന്നുണ്ട് പറഞ്ഞിട്ട് പുള്ളിക്കാരൊന്ന് ചാടിപ്പോയതാണ്. അപ്പോൾ നമ്മളെ ചാനലൊക്കെ ഒന്ന് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങളെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് നമ്മളിപ്പോൾ ഇതുവരെ എത്തിയത്. അതായത് യൂട്യൂബിൽ ഏകദേശം മോണിറ്റൈസേഷൻ സെറ്റായിട്ടുണ്ട്, അതുപോലെ ഫേസ്ബുക്ക് മോണിറ്റൈസേഷൻ ആയിട്ടുണ്ട്, പിന്നെ ഇൻസ്റ്റാഗ്രാം അത്യാവശ്യം സെറ്റായിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ ഒരൊറ്റ പിന്തുണ ഉള്ളതുകൊണ്ടാണ് പോയത്. നമ്മുടെ അടുത്ത് ഇപ്പോഴൊന്ന് ക്ലിയറായി വീഡിയോകൾ നമ്മൾ കൊണ്ടുവരുന്നത്. പിന്നെ ഇവിടെ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കണം. അപ്പോൾ അതിൻ്റേതായ വോയിസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഞാൻ കൂടുതലൊന്നും പറയില്ല. അപ്പോൾ ഇവിടെ വരാത്തവരുണ്ടെങ്കിൽ ഒന്ന് വന്ന് കാണാം. മലപ്പുറത്തേക്കൊക്കെ ജസ്റ്റ് വരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് പാർക്കിൽ ഫാമിലിയൊക്കെ ഒന്ന് കൊണ്ടുപോയി കാണിക്കാം.
നമ്മളൊന്ന് സെറ്റപ്പ് ആയി കഴിഞ്ഞാൽ ആദ്യം നമ്മളൊരു ആഗ്രഹം എന്ന് വെച്ചാൽ ഒരു വണ്ടി എടുക്കണം. ഒരു കാറൊന്ന് സെറ്റ് ചെയ്താൽ നമ്മളിവിടെ എത്തും. അപ്പോൾ എല്ലാവരോടും താങ്ക് യു രതീഷ് പരപ്പന.